മോളെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോട്ടോ. ആ ഇപ്പൊ കൊണ്ടുവരാച്ചാ. നിങ്ങൾ പോയ കാര്യം എന്താ വേട്ടാ? എന്നാച്ചാ വെള്ളം. എന്നാമേ അച്ഛൻ വല്ലാണ്ടിരിക്കുന്നു? ഒന്നുമില്ല മോളെ, അച്ഛൻ വെയിലിന്റെ ചൂടിന് വന്നല്ലേ, അതുകൊണ്ടാ. മോളെ ചോറും കറിയായോ? ഇല്ലച്ചാ, കറിയാകാനുണ്ട്. എന്നാ മോള് പോയിട്ട് കറിയാക്ക്. അച്ഛൻ നല്ല വിശപ്പുണ്ട്. ആ ഞാൻ വേഗം തന്നെ ആക്കിത്തരാം. പോയ കാര്യം ഒന്നും നടന്നില്ലടി. നമ്മളതിന് എങ്ങനെയാ ദേവേട്ടാ മോളെ കല്യാണം നടത്തുക? സ്വത്തും മുതലും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വന്ന കൂട്ടരാ. എന്നാലും മറ്റുള്ള കാര്യത്തിനെല്ലാം പൈസ വേണ്ടേ? അച്ഛാ, ഞാനൊരു ലിസ്റ്റ് തന്നിട്ടില്ല, അത് വാങ്ങിച്ചിട്ടാ. ഇല്ല മോളെ, പോയ കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് വാങ്ങാനും പറ്റില്ല. ആ സാരമില്ല അച്ഛാ, അത് പിന്നെ കിട്ടിയാലും മതി. ഇനിയിപ്പൊ എന്താ ഒരു മാർഗോ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഓക്കെ, എത്ര ആലോചന വന്നതാ, എല്ലാം ഒത്തു വന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ നമുക്ക്. ഞാനെല്ലാം കേട്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ പറഞ്ഞു വിടാനുള്ള ഇത്ര തിരക്ക്? അതല്ല മോളെ, ഇപ്പൊ നമുക്ക് വന്നത് എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയൊരു ബന്ധമല്ലായിനോ? അതെല്ലാം ശരിയാമേ, എന്ന് കരുതിട്ട് അച്ഛനെ ഇനിയും കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കൂല. ആകുന്ന കാലത്ത് ചോര നീരാക്കി ഗൾഫിൽ പോയിട്ട് നമ്മൾ ഒരുപാട് നോക്കിയതല്ലേ. അത് പറഞ്ഞിട്ടിപ്പോ ഇത് മാറ്റി വെക്കാൻ പറ്റുമോ മോളെ? ആര് പറഞ്ഞ്? എന്നെങ്കിലോ നല്ലൊരു ജീവിതം എനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് നടന്നോളൂ എന്റെ പൊന്നച്ചാ. ആ കേറി വാ. അല്ല, ഇതാരൊക്കെയാ? ഇരിക്ക്. ദേവേട്ടാ, എന്തല്ല വിശേഷം? കൊഴപ്പൊന്നുമില്ലപ്പാ, അങ്ങനെ പോകുന്നു. എന്താ മൂന്നാളും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നത്? ഒന്നുമില്ലപ്പാ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കല. അല്ലടോ, മോളെ കല്യാണക്കാരിൽ ഇടം വരെയായി. അല്ല, നിങ്ങൾ ഇതിപ്പോ എങ്ങനെ അറിഞ്ഞ കല്യാണക്കാരോ? നമ്മൾ ഡേറ്റ് പോലും തീരുമാനിച്ചിട്ടില്ലല്ലോ. അതൊക്കെ നമ്മൾ അറിയും ദേവേട്ടാ. അല്ല, ചെക്കനെങ്ങനെ നോക്കിഷ്ടായ? ദേവാ, നമ്മുടെ പഴയ ഗൾഫിലെ ചങ്ങാതിമാരെല്ലാം കൂടി കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഏയ് അതൊന്നും വേണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളിപ്പോ നല്ല ബുദ്ധിമുട്ടില്ല. ഒരു ലോണിന് പോയി നോക്കിയിട്ട് അതും ശരിയായിട്ടില്ല. വലിയ ആർഭാടായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയതായ രീതിയിൽ കഴിക്കണ്ടേ? ചേച്ചി, അതെല്ലാം നടക്കും. നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രവാസികൾക്ക്. കൂടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കി നടത്തി തരുന്ന ആളാണ് ഈ ദേവൻ. അതൊക്കെ പഴയ കാലല്ലേ. അന്നും ഇന്നും നമ്മൾ നമ്മളല്ലാതായിട്ടില്ല ദേവാ. അതുകൊണ്ട് സന്തോഷത്തോടെ ഇത് വാങ്ങിക്കും. എന്നാ പിന്നെ നിങ്ങൾ ഇറക്കട്ടെ. ചായ കുടിച്ചിട്ട് പോയാ പോരെ? അതിനൊക്കെ ഇനി സമയമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. പോട്ടെ മോളെ.